ഹലോ. അപ്പോൾ ഇതിന് മുന്നേ ക്യാൻവയിൽ എങ്ങനെയാണ് വീഡിയോയും തംബ്നെയിലൊക്കെ എഡിറ്റ് ചെയ്യുന്നതെന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഇൻഷോട്ടിൽ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതും വളരെ സിമ്പിൾ തന്നെയാണ്. അപ്പോൾ അതിന് നമുക്ക് ഇൻഷോട്ട് ആപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യണം. ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓൾറെഡി ഞാൻ യൂസ് ചെയ്യുന്നതായതുകൊണ്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആപ്പ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ എൻ്റെ ഇൻട്രോ വീഡിയോ അതൊക്കെ എങ്ങനെയാണെന്ന് ക്രിയേറ്റ് ചെയ്യുന്നത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു. അതിന് ശേഷം ജസ്റ്റ് ഒരു വീഡിയോ ഞാനൊന്ന് വെറുതെ എടുത്തതാണ്, അതും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഫ്രീ റിമൂവ് വാട്ടർമാർക്ക് എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. അത് നമ്മൾ റിമൂവ് ചെയ്ത് കളയും വാട്ടർമാർക്ക്. അപ്പോൾ അതാണിപ്പോൾ റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറേ ആഡൊക്കെ വരുവേ, ഒരുപാട് ആഡൊക്കെ വരാറുണ്ട്. അപ്പോൾ ആഡൊക്കെ ഇൻട്രോ വീഡിയോ ഫസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തു. നിങ്ങൾക്ക് ഇൻട്രോ വീഡിയോ വേണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കണ്ട. എന്നിട്ട് ഈ വീഡിയോ നമുക്ക് ഇതിൻ്റെ ഫസ്റ്റ് തന്നെ ഇതിൻ്റെ വോയിസ് അങ്ങോട്ട് മ്യൂട്ട് ചെയ്യാം. ഇതിപ്പോൾ എല്ലാം കൂടി മ്യൂട്ട് ചെയ്യുന്ന ഓപ്ഷനാണ് ഞാനിപ്പോൾ കാണിച്ചത്. അപ്പോൾ അതിൻ്റെ വോളിയം മ്യൂട്ടായിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ സ്പീഡ് കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം, കൂട്ടണമെങ്കിൽ കൂട്ടാം. ആ ഓപ്ഷനാണിത്. ഇപ്പോൾ സ്പീഡ് കൂടി. ഇതിപ്പോൾ നോർമൽ വീഡിയോ എടുത്ത അതേ സ്പീഡാണ്, നോർമൽ സ്പീഡാണ്. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യണമെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യാം. ഈ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയണമെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്തൊക്കെ കളയാം. ഇപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ആദ്യത്തെ ഭാഗമൊക്കെ ചിലപ്പോൾ കട്ട് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ അതിൻ്റെ മിഡിലുള്ള പോർഷൻ കളയേണ്ടി വരും. അങ്ങനെ ഒരുപാടൊക്കെ കട്ട് ചെയ്യേണ്ടി വരും. അതിനാണ് നമ്മൾ സ്പ്ലിറ്റ് ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് എഫക്റ്റ് ആഡ് ചെയ്യാം. വളരെ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്കിത് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു ആപ്പിൻ്റെ പ്രത്യേകത കേട്ടോ. പിന്നെ ട്രിം ചെയ്യാം, കട്ട് ചെയ്യാം, സ്പ്ലിറ്റ് ചെയ്യാം. കണ്ടോ, നിങ്ങൾക്കിത് ആ ആപ്പിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇപ്പോൾ പുതിയതായിട്ടൊക്കെ യൂട്യൂബ് ചാനൽ തുടങ്ങിയവരാണെങ്കിലും എഡിറ്റ് ചെയ്യാനൊക്കെ അറിയാൻ പാടില്ലാത്തവർ, ഏതിൽ എഡിറ്റ് ചെയ്യുന്നതൊക്കെ അറിയാൻ പാടില്ലാത്തവരാണെങ്കിലും അവർക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റിയ ഒരു ആപ്പാണ് ഇൻഷോട്ട് ആപ്പ്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ചെയ്യാൻ വളരെ സിമ്പിളാണ്. ഇത് കണ്ടോ, അതിപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോ ഇടുമ്പോഴത്തേക്ക് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പറയുന്ന പോലെ കാണിക്കണമെങ്കിൽ അതിനാണ് ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. കണ്ടോ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും യൂട്യൂബിൽ ഇതുപോലെ വീഡിയോ ചെയ്യുന്നവരുടെയൊക്കെ. പിന്നെ ഓഡിയോ നമുക്ക് മൈ മ്യൂസിക്കിലാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത ഓഡിയോ ഒക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ അത് ആഡ് ചെയ്ത് കൊടുക്കാം. അല്ലാത്തത് നമുക്ക് ഇൻഷോട്ടിൽ നിന്ന് തന്നെ ഉള്ളതാണ് ഫീച്ചർഡ് മ്യൂസിക്കൊക്കെ. അതിനകത്ത് ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. പിന്നെ എഫക്റ്റ്, ഇത് നമുക്ക് ബെല്ലിൻ്റെ എഫക്റ്റ്, ഫുഡ്, അങ്ങനെ ഒരുപാട് എഫക്റ്റ് ഒക്കെ കൊടുക്കണമെങ്കിൽ ഇതിനകത്തുണ്ട്. ഇത് നമുക്ക് ഇങ്ങനെ സൗണ്ട് മാറ്റി കൊടുക്കുന്ന ഒരു ഇതാണ്, ഓപ്ഷനാണ്. പിന്നെ ഇതൊക്കെ എഫക്റ്റ് കൊടുക്കുന്നതിൻ്റെയാണ്. എഫക്റ്റ് നമുക്ക് ഇവിടെ ഒരുപാട് എഫക്റ്റൊക്കെ ഉണ്ട്. നോർമൽ വീഡിയോ എടുക്കുന്ന ആ ഒരു ഇത് തന്നെയായിരിക്കും ബെറ്റർ. പിന്നെ ഇവിടെയും കുറേ ഓപ്ഷൻസ് കാണാം. നിങ്ങൾക്ക് ഈ ആപ്പ് എടുത്ത് കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം. അതിനകത്ത് ഒരുപാട് ഓപ്ഷൻസ് വരും. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അത് മനസ്സിലാവും. ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണുള്ളത്. പിന്നെ ക്രോപ്പ് ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോ എടുത്തിട്ട് അത് ക്രോപ്പ് ചെയ്യണമെങ്കിലൊക്കെ ഉള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇത് വരുന്നത്. ഇത് ഞാൻ കട്ട് ഔട്ട് എടുക്കുന്നത് കാണിച്ചതാണ് കേട്ടോ. അത് ഞാൻ നിങ്ങൾക്ക് തംബ്നെയിലിൽ കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യണമെന്നിട്ട്. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു വീഡിയോ ആണിത്. അപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എക്സ്പോർട്ട് കൊടുത്തിട്ട്, ഞാൻ 1080pയിലാണ് ഞാൻ എക്സ്പോർട്ട് ചെയ്യാറ്. അപ്പോൾ ഇത് നമ്മുടെ ഗാലറിയിൽ സേവ് ആയിട്ടുണ്ടാവും കേട്ടോ.
അത്രേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് എങ്ങനെയാണ് ഇതിനകത്ത് തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യണമെന്ന് നമുക്കൊന്ന് നോക്കാം. അതിനായിട്ട് ഫോട്ടോ വീഡിയോ എന്നൊക്കെ ഇൻഷോട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഉണ്ടാവില്ല, അതിനകത്ത് ഫോട്ടോ എടുക്കുക. അതിൽ യൂട്യൂബിൻ്റെ ഈ ഒരു ഓപ്ഷൻ എടുക്കുക. എന്നിട്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് മാറ്റി കൊടുക്കാനുള്ള കളേഴ്സൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യും കളർ. ഞാനിപ്പോൾ വൈറ്റ് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചേ. അതിനുശേഷം നമുക്ക് എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ഞാനിപ്പോൾ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ, നമുക്ക് മനസ്സിലാൻ വേണ്ടി. ജസ്റ്റ് ഒന്ന് കാണിക്കണമെന്നേ ഉള്ളൂ. ഞാൻ ചുമ്മാ ഡേ ഇൻ മൈ ലൈഫ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു. ഞാനൊരു കട്ടൗട്ടാണ് ഇപ്പോൾ ആഡ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. നോക്കിക്കോട്ടോ, ഈ ഒരു ഓപ്ഷനിൽ വന്നിട്ട് നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഫോട്ടോ എടുക്കുക ഗാലറിയിൽ നിന്ന്. ആ ഫോട്ടോ എടുത്തിട്ട് ഇവിടെ കട്ടൗട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് കട്ടൗട്ട് ഉണ്ടാകും. ഈ ഒരു രീതിയിൽ വരും. കട്ട് ചെയ്ത് ബാക്ക്ഗ്രൗണ്ടൊക്കെ റിമൂവ് ചെയ്തിട്ട് വരും. അത് നിങ്ങൾക്ക് ഔട്ട്ലൈൻ പോലെ കൊടുക്കണമെങ്കിൽ കൊടുക്കാം. അതിൻ്റെ തിക്നെസ് കൂട്ടണമെങ്കിലും കുറയ്ക്കണമെങ്കിലും ഉള്ള ഓപ്ഷനാണത് കേട്ടോ. ഞാനൊന്ന് ജസ്റ്റ് ചുമ്മാ ഒന്ന് കാണിക്കുന്നു കേട്ടത്. അപ്പോൾ നിങ്ങൾക്കത് എവിടെ വേണമെങ്കിലും പ്ലേസ് ചെയ്യാം. അപ്പോൾ ഞാനതവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേറെ എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളുടെ ഐഡിയയിൽ തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യാം. വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് അറിയാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ആപ്പ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങളതൊന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്തിട്ടൊന്ന് നോക്കാം എന്തൊക്കെയാണ് ഓപ്ഷൻസ്. അങ്ങനെയാണ് പഠിക്കുകയുള്ളൂ. വളരെ സിമ്പിളായിട്ട് ഇത് നമുക്ക് ചെയ്യാൻ പറ്റും. അത്ര സിമ്പിളായിട്ട് ചെയ്തിരിക്കുന്ന ഒരു ആപ്പാണിത്. വേറൊരു കട്ടൗട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. നേരത്തെ കട്ടൗട്ട് ചെയ്ത് വെച്ചതായിരുന്നു, വേറൊരു തംബ്നെയിൽ മേക്ക് ചെയ്തപ്പോൾ ഉണ്ടായിരുന്നത്. നമുക്ക് ഇനിയും അതിനകത്ത് ക്യാപ്ഷൻസും ഇതൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. അത്രേ ഉള്ളൂ. അതിനുശേഷം ഡൗൺലോഡ് ചെയ്യുന്നു. നേരത്തെ ഡൗൺലോഡ് ചെയ്തതുപോലെ തന്നെ എക്സ്പോർട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്യുന്നു. നമ്മുടെ ഗാലറിയിൽ സേവ് ആയിട്ടുണ്ടാവും. ഗാലറിയിൽ സേവ് ആയി.